സപ്പോർട്ടിംഗ് റോളുകളിലൂടെ മലയാള സിനിമയിലേക്ക് എത്തി ഇപ്പോൾ തിരക്കുള്ള നടിയായി മാറിയ ആളാണ് പൗളി വത്സൻ. അണ്ണൻ തമ്പിയിലാണ് ആദ്യമായി സപ്പോർട്ടിംഗ് റോളിൽ സിനിമയിൽ അഭിനയിക്കുന്നത്. നാടകത്തിൽ നിന്നാണ് പൗളി വത്സൻ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ബ്യൂട്ടിഫുൾ, അന്നയും റസൂലും, 5 സുന്ദരികൾ, ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് തുടങ്ങി നിരവധി സിനിമകളിൽ ചെറിയ കഥാപാത്രങ്ങളിലൂടെയാണ് നടി ഓരോ ചുവടും വച്ചത്. ഇപ്പോൾ ഭീഷ്മപർവം, കൂമൻ, മേപ്പടിയാൻ, അപ്പൻ തുടങ്ങിയ നിരവധി സിനിമകളിൽ പ്രധാന വേഷം ചെയ്തു. അപ്പനിലെ കുട്ടിയമ്മ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ മമ്മൂട്ടിക്കൊപ്പം അണ്ണൻ തമ്പിയിലും ഭീഷ്മപർവത്തിലും അഭിനയിച്ച ഓർമ്മ പങ്കുവയ്ക്കുകയാണ് നടി പൗളി വത്സൻ. ആദ്യം അഭിനയിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പമാണെന്ന പേടിയൊന്നും തനിക്കില്ലായിരുന്നു എന്നാണ് പൗളി പറയുന്നത്. ഭീഷ്മപർവത്തിലെ ഡയലോഗ് കേട്ട് മമ്മൂക്ക തന്നെ കൈകൂപ്പി വണങ്ങിയെന്നും നടി ഓർത്തെടുക്കുന്നു. ദ ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് നടി തൻ്റെ ഓർമ്മ പങ്കുവച്ചത്. ആ സമയത്തും ആദ്യമായി സിനിമയിൽ അഭിനയിക്കുകയാണെന്ന പേടിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും എനിക്കറിയാവുന്നവരായിരുന്നു. ബെന്നി പി നായരമ്പലത്തിൻ്റെ പടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 7 നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, അതും 7 വ്യത്യസ്ത കഥാപാത്രങ്ങൾ. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പൗളി ചേച്ചി, ഇത് നമ്മുടെ സാധനമാണ്, അതേപോലെ അങ്ങോട്ട് ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത്. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. കരയുന്ന സീൻ ആയിരുന്നു. ആദ്യം മമ്മൂട്ടി ഉണ്ടായിരുന്നില്ല. ഒരു കൈ വെച്ചിട്ട് ഇതിലേക്ക് നോക്കി ക്യാമറയിൽ നോക്കാതെ ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ ഡയലോഗ് പറയുന്നത് കേട്ടിട്ട് മമ്മൂട്ടി അടുത്ത് വന്നു നിന്നു. ആ സമയത്താണ് മമ്മൂട്ടി ഞാൻ ആരാണെന്ന് എന്നൊക്കെ ചോദിച്ചത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പണ്ട് ഒപ്പം അഭിനയിച്ച ഓർമ്മ പുതുക്കുകയും ചെയ്തു. മമ്മൂട്ടിയുടെ കൂടെയുള്ള സീനായിട്ടും തനിക്ക് പേടിയില്ലാതിരുന്നത് 1975 അദ്ദേഹത്തിൻ്റെ കൂടെ നാടകം കളിച്ചതുകൊണ്ടാണെന്നും പൗളി വത്സൻ പറയുന്നു. അന്നും മമ്മൂട്ടിയെക്കാളും നന്നായി അഭിനയിക്കുന്ന വേറെ നടന്മാരുണ്ടായിരുന്നു. അന്നത്തെ പുള്ളിയുടെ അഭിനയത്തെക്കുറിച്ചുള്ള സാധനം അന്നേ എൻ്റെ മനസ്സിൽ കിടപ്പുള്ളതുകൊണ്ട് പേടിയുണ്ടായിരുന്നില്ല. പിന്നെ അല്ലേ മമ്മൂട്ടി പത്മശ്രീ ഒക്കെ വാങ്ങി നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് എത്തിയത്. എൻ്റെ മനസ്സിൽ അന്ന് കിടക്കുന്നത് 75 അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ച ഓർമ്മയാണ്. 75 മമ്മൂക്കയ്ക്കൊപ്പം അഭിനയിച്ച ആൻ്റണി പാലക്കലാണ് അന്നത്തെ ഏറ്റവും ടോപ്പ് നടൻ. അന്ന് മമ്മൂട്ടി ഭംഗി കൊണ്ടാണെങ്കിൽ ആൻ്റണി പ്രസൻറ്റേഷൻ കൊണ്ടാണ് പിടിച്ചു നിന്നത്. ഇന്നത്തെ കാര്യമല്ല പറയുന്നത്. പിന്നീട് ആൻ്റണി പാലക്കൽ സിനിമ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മമ്മൂക്ക എത്തിയ പോലെ ഒന്നും എത്തിയിട്ടില്ല. അത് സിനിമയും നാടകവും രണ്ടും രണ്ടാണ്. കിട്ടുന്ന ഡയലോഗ് എന്താണോ അതിനനുസരിച്ചുള്ള ഡയലോഗാണ് നമ്മൾ പറയുന്നത്. എനിക്ക് ഭീഷ്മപർവത്തിൽ മമ്മൂക്കയ്ക്കൊപ്പം ഒരു ഡയലോഗാണ് ഉണ്ടായിരുന്നത്. ഡയലോഗ് തന്നു, മമ്മൂക്ക വരുമ്പോൾ ചെയ്യാം, പഠിച്ചോളിൻ എന്ന് പറഞ്ഞു. സിങ്ക് സൗണ്ടാണ്. അമൽ നീരദിൻ്റെ സിനിമ. നമുക്കറിയാം ആരുടെ കൂടെയാണ് ചെയ്യാനുള്ളതെന്നും അവരുടെ പൊസിഷൻ എന്താണെന്നും അറിയാം. അതുകൊണ്ട് അവിടെ നമ്മൾ താഴ്ന്നു പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ ഡയലോഗ് പച്ചവെള്ളം പോലെയാണ് ഞാൻ പഠിച്ചത്. ആ സീൻ എടുത്തു. അതിൽ ഒരു ഭാഗത്തെ ഡയലോഗിലാണ് നെഞ്ചിൽ തട്ടുന്ന സീനുള്ളത്. 2-3 പേർ വന്ന് വിളിച്ചുകൊണ്ട് പോയി. ഒന്ന് കാണാൻ പോലും പറ്റിയില്ല മോനെ, കത്തിച്ച് കളഞ്ഞില്ലേ, അവർ വായിക്കണ ബൈബിൾ തന്നെയല്ലേ ഞാനും വായിക്കണത് എന്നായിരുന്നു ഡയലോഗ്. അത് ആ ഫീൽ നമുക്കും കിട്ടുമല്ലോ. അത് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക വേഗം ഇങ്ങനെ വണങ്ങി. ഒരു പാരഗ്രാഫ് ഡയലോഗ് ഉണ്ടായിരുന്നു. ചെയ്തത് നല്ലതായതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇങ്ങനെ വണങ്ങിയത്. അത് എനിക്ക് ഭയങ്കര സന്തോഷം തന്ന സംഭവമായിരുന്നുവെന്നും പൗളി വത്സൻ പറഞ്ഞു.